ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസാണ്. എൻജിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ പെയ്ഡ് സർവീസാണ്. വാറണ്ടി പീരീഡിലുള്ള രണ്ടാമത്തെ സർവീസ്. നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് വേണം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. കമ്പനി ലൈനർ കിടക്കണേ, പുതിയ ലൈനറാണ്. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തിരുന്നു. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഹബ്ബ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ബെയറിങ്ങിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഇല്ല. ലൈനർ പറഞ്ഞിട്ടുള്ള പൊടി ഹബിനകത്തുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ നേരടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ടെയിൽ ബൾബ് കംപ്ലയിൻ്റ് ആണ്. അത് തെളിയുള്ള അടിച്ചു പോയേക്കാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. ചെയിൻ ലൂസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്തിടാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാണ്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. എഞ്ചിൻ ഓയിൽ ഈ ഇടയ്ക്ക് മാറ്റിയേക്കണതാണ് കേട്ടോ. അപ്പോൾ ഓയിൽ ചേഞ്ച് നമുക്കിപ്പോൾ ആവശ്യമില്ല. കാരണം ഇടയ്ക്ക് വന്ന് നമ്മൾ ചേഞ്ച് ചെയ്ത് പോകണം കിലോമീറ്ററിനകത്ത്. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻസുകളൊന്നുമില്ല. അപ്പോൾ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ പ്രത്യേകിച്ച് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഇല്ലാതെ കൊണ്ട് ഇനി കാർബറേറ്റർ കയറ്റി അഴിക്കുകയും ചെയ്തത്. കാരണം ഇപ്പോഴത്തെ പെട്രോൾ അങ്ങനത്തെയാണ്. E20 പെട്രോൾ എന്ന് പറയും. എത്തനോളാണ്. ഒരു 20% എത്തനോളുള്ള വണ്ടിയാണ്. പെട്രോളാണ് ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കണേ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് ഇല്ലാണ്ട് നമ്മൾ അഴിക്കുകയും ചെയ്തത്. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ സൗണ്ട് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് വാൽവ് ടാപ്പറ്റ് ക്ലിയറൻസൊക്കെ നോക്കിയായിരുന്നു. വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. കാർബറേറ്റർ ട്യൂണിങ് ജസ്റ്റ് നമ്മൾ ട്യൂണിങ് മാത്രം നമ്മൾ ചെയ്താൽ മതി. വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഇപ്പുറത്തെ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. 2025 ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ്. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.90 ആ റേഞ്ച് വരെ വരുന്നുണ്ട്. അതിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പുതിയ പ്ലഗ്ഗാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാൽ ബ്രേക്ക് പാഡ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രാക്കറ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ ഡിസ്കിൻ്റെ ഈ ഭാഗത്ത് ചെറുതായിട്ട് പിടിക്കാതെ പോകുന്ന കംപ്ലയിൻ്റ് ഉണ്ട്. നമുക്ക് അതിനകത്ത് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഫീലിംഗ് അത് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ടാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. കോൺസെപ്റ്റ് പൊടിക്കൊരു ലൂസ് ഉണ്ട്. അതൊന്ന് ടൈറ്റ് ചെയ്തിട്ടേക്കാം. നിലവിൽ ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എഞ്ചിനുമായി ബന്ധപ്പെട്ട് വേറെ പ്രത്യേകിച്ച് ലീക്കേജ് കാര്യങ്ങളൊന്നും പ്രോബ്ലംസ് ഇല്ല. സൗണ്ട് വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. പിന്നെ ബാക്കിയത്തെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളും കൂടി കൂട്ടത്തികൾ ചെയ്ത് വിടണമുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം വാട്സാപ്പിനകത്തേക്ക്. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഏകദേശം നമുക്കൊരു 4 മണിയാകുമ്പോഴത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ.